എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഒരു കുക്കർ പുലാവ് ഉണ്ടാക്കാൻ നോക്കാം. ഇതൊരു വെജ് പുലാവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ 1 കപ്പ് ബസ്മതി റൈസ് വെള്ളത്തിൽ കുതിർത്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ്സ് ഒക്കെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെള്ളം ഊറ്റി കളഞ്ഞെടുത്തതാണ്. തീരെ വെള്ളം പാടില്ല. ഇവിടെ ഞാൻ ഇതൊരു 1.5 കപ്പ് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഇതിൽ ഞാൻ ക്യാരറ്റ്, പൊട്ടറ്റോ, കോളിഫ്ലവർ, ബീൻസ് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് പച്ചമുളക് കീറിയത്, ഒരു സവാള നീളത്തിൽ അരിഞ്ഞത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതോ ചതച്ചതോ, ഇതിലേക്ക് നല്ല ജീരകം, സാജീരകം, ബേ ലീഫ്, 4 കഷ്ണം പട്ട, ഒരു ബ്ലാക്ക് കാർഡമം, പിന്നെ ഒരു 4 ഗ്രാമ്പൂ, പിന്നെ ഒരു 5 സാധാരണ കാർഡമം. ഇനി ഇതിലേക്കുള്ള പൊടികൾ: 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ്, പിന്നെ പാകത്തിന് ഉപ്പ്. അപ്പോൾ നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ പുലാവ് ഉണ്ടാക്കാം. കുക്കർ വെച്ചിട്ട് ചൂടാവുമ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും പിന്നെ 1 ടീസ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കുക, സാജീരകം ഇട്ട് കൊടുക്കുക, പിന്നെ ഹോൾ മസാലാസ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റുക. ഇനി ഇതിൽ 2 ഐറ്റം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരും പുതിനയിലയും മല്ലിയിലയും. അത് നേരത്തെ കാണിക്കാനായിട്ട് മറന്നുപോയി. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി നമുക്ക് ഇതിലേക്ക് ഈ സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കാൻ വേണമെങ്കിൽ തൈര് ചേർത്ത് കൊടുത്താലും മതി. തൈര് ചേർത്ത് കൊടുത്താൽ വളരെ ടേസ്റ്റാണ്. ഞാനപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈര് ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം വെജിറ്റബിൾ ചേർത്ത് കൊടുക്കുക. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക.
ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. മസാലയൊക്കെ ഇപ്പോൾ നമ്മുടെ വെജിറ്റബിളിൽ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ അരി ഒന്ന് ഒരു 3-4 മിനിറ്റ്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. സൂക്ഷിച്ചിളക്കണം, അല്ലെങ്കിൽ അരി പൊടിഞ്ഞു പോകും. ഇനി എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില പുതിനയില ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ 3 കപ്പ് വെള്ളം, നമ്മൾ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് 3 കപ്പ് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. 2 കപ്പിന് 3 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പ് നോക്കണം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ നീര് ഇപ്പം ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണ്, ഇപ്പം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് എപ്പോഴും മുന്നോട്ട് നിൽക്കണം, അല്ലെങ്കിൽ നമ്മുടെ ചോറിലൊക്കെ ഉപ്പ് പിടിക്കാത്ത പോലെ ഉണ്ടാവും. ഇപ്പോൾ ഉപ്പൊക്കെ പാകമാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കേൾക്കുമ്പോൾ ഓഫ് ചെയ്യാം. ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫാക്കിയിട്ടു. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒറ്റ വിസിൽ മതി. ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. പ്രഷറൊക്കെ പോയി, കുക്കർ നല്ലപോലെ തണുത്തിട്ടുണ്ട്. പ്രഷറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാം. ചോറൊക്കെ പാകത്തിന് റെഡിയായിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ ഒരു ഫോർക്ക് പോലത്തെ ഇത് ഉപയോഗിച്ചിട്ട് പതുക്കെ ചോറ് നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാം. ചൂടാറി കഴിയുമ്പോൾ റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും.
നല്ല രുചിയുള്ള നല്ല മണമുള്ള നല്ല പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, വളരെ ടേസ്റ്റിയുമാണ്. ഇത് കുക്കറിൽ 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ, അതായത് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം ആ കണക്കിൽ വെക്കണം. അത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒറ്റ വിസിലടിച്ചാൽ മതി. ഹൈ ഫ്ലെയിമിലിടണം. പിന്നെ പ്രഷർ പോയി കഴിഞ്ഞിട്ട് തുറക്കണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതിലത്തെ എരിവ്, പച്ചമുളക് അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ക്രമീകരിക്കാം. ഇതിൻ്റെ കൂടെ കറിയൊന്നും ആവശ്യമില്ല, തൈര് മാത്രം ഉണ്ടായാൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.